ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നത് സം ഡിലേസ് ആർ എ ബ്ലെസ്സിങ്. ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എൻ്റെ ഇതുവരെയുള്ള ഒരു ജേണിയിൽ, അതായത് ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഈ ഒരു ഇതിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കുറേ നീട്ടി കഴിഞ്ഞാൽ എന്തിലൊരു നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും എൻ്റെ പേഷ്യൻസ് മാക്സിമം ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ഇട്ട് സ്ട്രഗിൾ കുറച്ച് തന്നിട്ട് ആയിരിക്കും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവാം. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും കുറേ കാര്യങ്ങൾ എനിക്ക് ഓക്കെ അത് അങ്ങനെയായിരുന്നല്ലോ, ഓക്കെ ഇത് ഇങ്ങനെയായിരുന്നല്ലോ, അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നായിരുന്നു. അപ്പം അതിനൊരു എക്സാമ്പിൾ, ഒരു ലൈവ് എക്സാമ്പിളാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കോമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തെന്നാണ് ഈ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ട്. അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ആൻഡ് അതിൽ വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താൻ ഇതിലും ഡിസേർവ് ചെയ്യുന്നുണ്ട്, തനിക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടട്ടെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരട്ടെ, നല്ല രീതിയിൽ വീഡിയോസ് ഇനിയും ഇടാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഹോപ്പ്ഫുള്ളി അങ്ങനെ നടക്കട്ടെ. എന്നാൽ പോലും ആ ഒരു കാര്യം ഞാൻ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉള്ളത് അല്ലെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് കൂടാത്ത, എൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ലേ, അല്ലെ ഇടുന്ന കോണ്ടന്റ് അത്രയും എഫക്റ്റീവ് ആവുന്നില്ലേ, ആളുകളിലോട്ട് റീച്ച് ഔട്ട് ആവുന്നില്ലേ, ഇങ്ങനെയൊന്നും ഞാൻ ഒരു നിമിഷം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് ഒറ്റ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളൂ, ഞാൻ കൊടുക്കുന്ന കോണ്ടന്റ് അത് ക്വാളിറ്റി ഉള്ളതാവണം. അത് വെറുതെ വന്നിരുന്ന ഒരു ക്യാമറ ഓണാക്കി നിന്ന് സംസാരിക്കുക എന്നതിലുപരി ചെയ്യുന്ന ആ ഒരു കാര്യം ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ആ ഒരു കാര്യത്തെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോളോവേഴ്സ് ഇതെല്ലാം ഗ്രാജുവലി വന്നോളും. ചിലപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ആ 25 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു 3 പേരോ 4 പേരോ എങ്ങാണ്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പം അതങ്ങനാണ്, ഗ്രാജുവൽ പ്രോസസ്സാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ശപിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞിട്ടോ അത് ഇനി ശരിയാകത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയിട്ടോ ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു മരം വളരണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും, ഒരു പൂ വിരിയണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും, ഒരു പഴം അത് മധുരമുള്ളതാവണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും. ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മുടെ ലൈഫിലും നമുക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴത്തേനും ഒരു പക്ഷെ ഞാൻ ആ ഒരു റിസൾട്ട് ഓവർനൈറ്റ് എനിക്ക് സക്സസ് വരുവാണെങ്കിൽ ഞാൻ ആ റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നിരിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് അന്ന് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അപ്പം കിട്ടാത്തത്. ഈവൻ ഇപ്പം യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നും പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുകയാണെങ്കിൽ എനിക്കൊരു പക്ഷെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫുൾ നീതി പുലർത്താൻ പറ്റിയെന്ന് വരത്തുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പം ഈ ഡിലേ വരുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു ഡിലേ വരുന്ന സമയത്ത് ഒന്നാമത്തെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പേഴ്സൺ അല്ല, ഒട്ടും അല്ലായിരുന്നു. കാര്യം ഞാൻ പല വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യം പഠിക്കാനുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഡേ കഴിയുമ്പോൾ തന്നെ അത് കളയുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻ്റേ അല്ലായിരുന്നു. പക്ഷെ വൺസ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേനും അതെനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പം എനിക്ക് ഒന്ന് 40 to 43 ഡേയ്സ് ആയി. അപ്പോൾ അതെനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇപ്പം വീഡിയോ ഉദ്ദേശിച്ച് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ശരിയാണ് സ്ട്രഗിൾ ഉണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്, നമ്മുടെ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിലേ ഉണ്ടാവുമ്പോഴത്തേനും എനിക്ക് കൂടുതൽ വായിക്കാൻ പറ്റുന്നുണ്ട്, അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് വീഡിയോ കോണ്ടന്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടേലും ഞാൻ അറ്റ്ലീസ്റ്റ് അതൊക്കെ നോക്കുന്നുണ്ട്. ഇതെൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴത്തേനും നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബുക്സ് പലതും റെഫർ ചെയ്യുന്നതും പല വീഡിയോസിലൂടെ കിട്ടുന്ന അറിവുകളും അല്ലെങ്കിൽ പല പോഡ്കാസ്റ്റിലൂടെ കിട്ടുന്ന അറിവുകൾ, പല റിസർച്ചസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവാം. അപ്പം എനിക്ക് ഇത്രയൊക്കെയും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലും പോയി ഒരു ഹോംവർക്ക് ചെയ്താലേ എനിക്ക് പറ്റത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് വേണമെങ്കിൽ മുന്നേ ഇരുന്ന് ക്യാമറയുടെ മുന്നേ ഇരുന്ന് അത് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ മിക്കവാറും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ്സിൽ ഞാൻ നോട്ട് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പോൾ
ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ഞാൻ സംസാരിക്കുന്ന രീതി ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പല വീഡിയോസ് ഓരോ ഡേ ബൈ ഡേ ഓരോ വീഡിയോ കഴിയുമ്പോഴും എനിക്ക് സജഷൻസ് വരാറുണ്ട്. ഇങ്ങനെ ആക്കാമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ. എല്ലാ സജഷൻസും നല്ലതാണെന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റബിൾ ആണ്. എല്ലാവരും കാണുന്ന നമ്മുടെ ഇന്നത്തെ അവസ്ഥയാണ്. ഇപ്പം എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, നീ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ, ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയില്ല, ഇതൊരു 1000 പോലും ക്രോസ് ചെയ്തില്ല, പിന്നെ നീ എന്തിനാ വീഡിയോ ഇടുന്നത്, എന്തിനാ ചുമ്മാ എടുത്ത്. ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഫാമിലിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ വീഡിയോ ചുമ്മാ ഇടുന്നതല്ലാതെ എന്ത് കണ്ടാലും അപ്പം പിടിച്ച് വീഡിയോ ഇട്ടോളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവർക്കെല്ലാം ഒരു ചിരിയെ കൊടുക്കാറുള്ളൂ. കാര്യം പറഞ്ഞോട്ടെ, അവർക്ക് ഇന്നത്തെ എൻ്റെ അവസ്ഥയെ അറിയത്തുള്ളൂ. നാളെ എനിക്ക് എൻ്റെ ഒരു ഡ്രീം പൊസിഷൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പം ഞാൻ ആരുടെ അടുത്ത് ഒരു വഴക്കിനോ ചോദിക്കാനോ ഒന്നിനും ഞാൻ പോകത്തില്ല. പക്ഷേ ആ ഒരു പൊസിഷൻ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവരുടെ മുഖത്ത് അതേ ചിരി ഞാൻ ചിരിക്കും. ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ അവർക്ക് മറുപടി ആയിട്ട് നൽകിയ ആ ചിരി, അതും ഞാൻ അന്നും അതേ ഞാൻ അവർക്ക് കൊടുക്കത്തുള്ളൂ. കാര്യം ഒരുപാട് പേര് തളർത്താൻ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് വേണ്ടത് നമുക്കേ അറിയാത്തുള്ളൂ. ഇത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസ്ഥ അല്ല നാളെ. ഓക്കെ, നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഉള്ളിലുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. സോ അത് നമ്മൾ ബിൽഡ് ചെയ്ത് നമുക്കൊരു ഒരു സ്ട്രക്ചർ, ഇപ്പം നമുക്കൊരു ഔട്ട്ലൈനേ ആയിട്ടുള്ളൂ. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതാക്കി എടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. സോ അതാവുന്നിടം വരെ നമ്മൾ പണിയെടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം വഴിയിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണാറുണ്ട് പല ബിൽഡിങ്ങും പകുതി എന്താ പറയുക സിമെന്റ് തേച്ചും വാർക്കാതെയും ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് എന്തെന്നാണ്, ഇത് കാണാൻ ഭംഗിയില്ലല്ലോ. വൺസ് അത് ഫുൾ ബിൽഡ് ചെയ്ത് നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി ഇടുമ്പോൾ നമ്മൾ പറയും, വാവ് എന്ത് ഭംഗിയത് കാണാൻ, താരമൊക്കെ പണിത് എന്ത് രസമായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഇതേപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. സ്വയം ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് മോശമായിട്ട്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ടോക്ക് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. ഞാൻ പറയുവാണെങ്കിൽ സം ഡിലേസ് ആർ ബ്ലെസ്സിങ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഈ ഡിലേ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. അറിയാൻ മേലാത്ത കാര്യങ്ങൾ പോയി ചോദിച്ചാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിവുകൾ നമ്മൾ സംഭരിക്കാൻ ശ്രമിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത്രയും വീഡിയോസ് ഇടുന്നതോടെ എനിക്ക് കൺസിസ്റ്റൻസി, അതേപോലെ ഡിസിപ്ലിൻ പൂർണ്ണമായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഒരു 90% എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ സംസാരിക്കുക പ്രോപ്പറായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ഇത്ര സ്ട്രക്ചർ എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല. അതും ഞാൻ കുറേ ഏറെ ഇമ്പ്രൂവ് ആയി. ഫസ്റ്റ് വീഡിയോസ് സംബന്ധിച്ച് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ കുറേ ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആളുടെ അടുത്തും താങ്ക് യു. അപ്പോൾ ഡിലേസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കും ദൈവം എന്താണ് എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ താമസിച്ചാലും അതിലും ബെറ്റർ ആയിട്ടുള്ള ഒന്നായിരിക്കും നമുക്ക് വെച്ചിട്ടുണ്ടാവുക. ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ തോൽവി അല്ല ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ കാത്തിരിപ്പ് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കാം. ട്രസ്റ്റ് ദ ടൈമിങ്. അത് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിലേസ് ഒരിക്കലും നിങ്ങൾ അതിലോർത്ത് ബ്ലെയിം ചെയ്യാനോ അതിലോർത്ത് വിഷമിക്കാനോ അങ്ങനെയൊന്നും വേണ്ട. ഡിലേസ് ഈസ് എ ബ്ലെസ്സിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.